എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടുന്ന നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നടൻ ദുൽഖർ സൽമാന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് താരത്തിൻ്റെതായിട്ട് ഇനി റിലീസിനെത്താൻ പോകുന്ന ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയാണ് ലക്കി ഭാസ്കർ. വെങ്കി അതിലൂരിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ദുൽഖർ സൽമാൻ നായകനായി വരുന്ന ഈ ഒരു സിനിമ പാൻ ഇന്ത്യ റിലീസായിട്ടാണ് ഈ വരുന്ന സെപ്റ്റംബർ 7 റിലീസ് ചെയ്യുക. ദുൽഖറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സിനിമയുടെ സെക്കൻഡ് സിംഗിൾ ഇന്ന് പുറത്തുവിടുമെന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സിനിമയുടെ സെക്കൻഡ് സിംഗിളിന്റെ ഒരു പ്രൊമോ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ദുൽഖറിന്റെ മലയാള സിനിമകളുടെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒഫീഷ്യലായിട്ടൊന്നും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത് ഒരു വമ്പൻ മലയാള സിനിമയുടെ അനൗൺസ്മെന്റ് ഇന്ന് ഉണ്ടാകുമെന്നാണ്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി. അടുത്തൊരു OTT അപ്ഡേറ്റ് ആണ് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. ഈ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത രാജ്ബി ഷെട്ടി മമ്മൂക്കയൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ടർബോ എന്ന സിനിമയുടെ OTT അപ്ഡേറ്റ് ആണ്. നേരത്തെ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചതാണ്. സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് സോണി ലീവ് ആണ്. ഈ വരുന്ന ഓഗസ്റ്റ് 9-നാണ് സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോയിലൂടെ അറിയിച്ചതാണ്. ഇപ്പോൾ ഇതാ സോണി ലീവ് ഒഫീഷ്യലായിട്ട് തന്നെ ആ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 9-നാണ് ടർബോ എന്ന സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുക. അടുത്തൊരു OTT അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് ഈ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത മറ്റൊരു മലയാള സിനിമയാണ് ഉർവശി, പാർവതി, തിരുവത്ത് എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് സുഷിൻ ശ്യാമാണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ലൊരു മികച്ച അഭിപ്രായമാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമ സിംപ്ലി സൗത്ത് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. അതിനോടൊപ്പം തന്നെ ടർബോ എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളും വാർത്തകളും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.